വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ നീർച്ചാലു തെളിച്ച്. മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്യണം? ഏതു തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ഏത് തീരുമാനം ഞാൻ എടുക്കണം. ഇതാ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു അഭിഷേക വചനം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും പ്രിയമുള്ളവരെ നല്ല തീരുമാനമെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ്. ജീവിതയാത്രയിൽ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനവും വിവേകവും നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇന്നേ ദിനത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ഭരണാധികാരികളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇലക്ഷൻ്റെ ദിവസം കൂടെയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഏറ്റവും അനുയോജ്യരായ ഭരണകർത്താക്കൾ നമ്മുടെ ദേശത്തുണ്ടാകണം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ഭരണാധികാരികൾ നിറയപ്പെടണം. ഏറ്റവും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കണം. അപ്പോൾ ഏറ്റവും നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും നല്ല കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത് ഞങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ദൈവമേ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറി നല്ല ഒരു ഭരണകൂടം ഞങ്ങൾക്കുണ്ടാകുവാനായിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് ഇന്നത്തെ ഇലക്ഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടാകാതെ ഏറ്റവും സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനും ഏറ്റവും നല്ല നമ്മുടെ ദേശത്തിന് ഏറ്റവും അനുയോജ്യരായ നല്ല ഭരണാധികാരികളെ ജ്ഞാനവും അറിവും വിവേകവും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവുമുള്ള നല്ല ഭരണാധികാരികളെ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ജ്ഞാനം 7 വചനത്തിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ വിവേകം നൽകണമേ, ജ്ഞാനം നൽകണമേ, ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ വചനം നമുക്ക് എഴുതി വയ്ക്കാം, കാണാതെ പഠിക്കണം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. വലിയൊരു അഭിഷേകം ഈ ദിനങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഇലക്ഷന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.